നമസ്കാരം. ഫുഡ് പ്രോഡക്ട്സ് വിപണിയിൽ ഇറക്കുമ്പോൾ അതിന്റെ ലേബലിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് വിശദമായ വീഡിയോ നമ്മുടെ ചാനലിൽ ആൾറെഡി കിടപ്പുണ്ട്. സേഫ്റ്റി നിയമപ്രകാരം എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, പ്രോഡക്റ്റിന്റെ നെയിം, എന്ത് ഉൽപ്പന്നമാണോ അതിന്റെ പേര് കാണിക്കണം. അതുപോലെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമായി രേഖപ്പെടുത്തണം. അടങ്ങിയിട്ടുള്ള പോഷകാംശങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തണം. എന്തെങ്കിലും പ്രിസർവേറ്റീവ്സോ കളറോ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തണം. നിർമ്മാതാവിന്റെ പേരും വിലാസവും കോണ്ടാക്ട് കസ്റ്റമർ കെയർ നമ്പർ സഹിതം രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ വെജ് ആണോ നോൺ വെജ് ആണോ എന്നതിനുള്ള അടയാളം പാക്കറ്റിൽ ഉണ്ടായിരിക്കണം. കൃത്യമായ തൂക്കം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് ഐറ്റം ആണ്, റീപാക്ക് ചെയ്ത ഐറ്റം ആണെങ്കിൽ ഏത് രാജ്യത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് കമ്പനിയുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുന്ന രീതി എന്താണെന്ന് വ്യക്തമായി പറയേണ്ടതുണ്ട്. അവസാനമായി നമ്മുടെ FSSAIയുടെ ലോഗോയും FSSAI രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് നമ്പറും കാണിക്കേണ്ടതാണ്. കൂടാതെ നമുക്ക് പാക്കർ ലൈസൻസ് ഉണ്ടെങ്കിൽ പാക്കർ ലൈസൻസ് ഉൾപ്പെടുത്താം. അതുപോലെ GST നമ്പർ ഉണ്ടെങ്കിൽ GST നമ്പർ ഉൾപ്പെടുത്താം. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഒരു ഫുഡ് പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് പുറത്തിറക്കുമ്പോൾ അതിന്റെ ലേബലിൽ ഉണ്ടായിരിക്കേണ്ടത്. താങ്ക് യു.